കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണം അതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ തന്നെയാണ് ഈ ദിവസത്തെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബാംഗ്ലൂരു പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കുകയാണ്. ഒപ്പം റോയിയുടെ സംസ്കാര ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റിയെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാര്യവട്ടത്ത് 2020യുടെ ആവേശപൂരമാണ്. ടീമുകൾ പരിശീലനമടക്കം ഇന്നലെ നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയിൽ സഞ്ജു സാംസൺ കളിക്കും. ഹോം ഗ്രൗണ്ടിലാണ് ഈ മത്സരം ഉണ്ടാവുക എന്നതും പ്രധാനമാണ്. നമുക്ക് ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം വളരെ വേഗത്തിൽ വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കാം. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് CEO CJ റോയിയുടെ സംസ്കാരം ബംഗളൂരുവിൽ നടക്കും. സംസ്കാര ചടങ്ങുകൾ ബനാർഘട്ടയിൽ ഇന്ന് 1 മണി വരെ പൊതുദർശനം. സംസ്കാരം നാളത്തേക്ക് മാറ്റി. റോയിയുടെ മരണം വിശദമായി അന്വേഷിക്കാൻ ബംഗളൂരു പോലീസ് ആദായ നികുതി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. റോയിയുടെ ഫോൺ പരിശോധിക്കും. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം ആവർത്തിച്ച് കുടുംബം. കാര്യവട്ടത്ത് ആവേശപൂരം. ഇന്ത്യ ന്യൂസിലൻഡ് 2020 വൈകിട്ട് 3 മണി മുതൽ കാണികളെ പ്രവേശിപ്പിക്കും. സഞ്ജു സാംസൺ കളിക്കുമോ എന്നതിൽ ആകാംക്ഷ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് കോട്ടയത്ത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും വേണമെന്ന നിലപാട് ഉറച്ച പാർട്ടി. യോഗം തിങ്കളാഴ്ച UDF സീറ്റ് ചർച്ച പുനരാരംഭിക്കാനിരിക്കെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് നാളെ. നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളം പ്രതീക്ഷയിൽ. ബജറ്റിൽ കേരളത്തിന് പരിഗണന ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടൽ. അതിവേഗ റെയിൽ പാതയ്ക്കായി ബജറ്റിൽ നീക്കിയിരിപ്പ് ഉണ്ടായേക്കും. സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. ഇന്ന് സത്യപ്രതിജ്ഞ. പവാർ വിഭാഗവുമായുള്ള ലയനകാര്യങ്ങളടക്കം ചർച്ച ചെയ്യാൻ ഉച്ചയ്ക്ക് പാർലമെന്ററി പാർട്ടി യോഗം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയ യാത്രക്കാരൻ. കാഞ്ഞൂർ സ്വദേശി ജെറിൻ ഡേവിഡിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോട്ടയത്ത് യുവതിയെയും യുവാവിനെയും ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിയാത്തുരുത്ത് സ്വദേശി ആസിയ, പുതുപ്പള്ളി സ്വദേശി നന്ദകുമാർ എന്നിവരെയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കാസർഗോഡ് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. പുലർച്ചെ 4 മണിയോടെ മാർക്ക് വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിൽ അഗ്നിബാധയുണ്ടാവുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തങ്ങളെ ഉന്നം വെച്ച് പടനീക്കം ശക്തമാക്കിയ US-ന് മുന്നറിയിപ്പുമായി ഇറാൻ. ആക്രമിച്ചാൽ പരിധികളില്ലാത്ത പ്രത്യാക്രമണത്തിന് US സാക്ഷിയാകേണ്ടി വരുമെന്ന് ഇറാൻ. മേഖലയിലുള്ള US-ന്റെ വിമാനവാഹിനി കപ്പലുകളെയും സൈനിക ബേസുകളെയും തകർക്കുമെന്നും മുന്നറിയിപ്പ്. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം ബംഗളൂരുവിൽ നടക്കും. ബന്നാർഘട്ടയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 1 മണി വരെ പൊതുദർശനമുണ്ടാകും. മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആവർത്തിക്കുകയാണ്. കേന്ദ്ര ഏജൻസിയുടെ സമ്മർദ്ദമാകാം മരണകാരണമെന്നും മറ്റൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും സഹോദരൻ CJ ബാബു പറഞ്ഞു. 3 ദിവസമായി ആദായ നികുതി റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കണമെന്ന് അറിയിച്ച് ഇന്നലെ രാവിലെ 10:40 റോയ് വിളിച്ചിരുന്നതായും CJ ബാബു പ്രതികരിച്ചു. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവര് 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആള് പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോ ഞാൻ ഫാമിലിയൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവര് അത് തന്നെ പറഞ്ഞു.
MG മിഥുനും ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം മിഥുനിലേക്ക് പോകണം. ഇതിന് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങ് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് വൈകുന്നേരമാണ് പറഞ്ഞിരുന്നത്, നാളത്തേക്ക് മാറ്റിയെന്നറിയുന്നു. സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട അന്വേഷണമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം ലഭിക്കാനുണ്ട്, തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അതിൻ്റെ ഒരു കാലതാമസമാണോ? രജിത്ത്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് വൈകിട്ട് തന്നെ ഈ സഹോദരന്റെ വീട്ടുവളപ്പിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ്. അല്പസമയത്തിന് മുമ്പ് ചില അവ്യക്തതകളുണ്ട് ഈ കാര്യത്തിൽ. നാളത്തേക്ക് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ മാറ്റി എന്നുള്ള രീതിയിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിപ്പോൾ ആ അഭ്യൂഹങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് തന്നെ നടക്കുമെന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഉച്ചയോടുകൂടി ഈ പൊതുദർശനമൊക്കെ നടക്കും. ഒപ്പം തന്നെ ഈ കുടുംബാംഗങ്ങളെ ഇനി അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കുടുംബം നിരവധി ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആദായ നികുതി ഉദ്യോഗസ്ഥരെ പ്രതിചേർത്തുകൊണ്ട് കേസെടുത്തുകൊണ്ട് അവർക്കെതിരെ അന്വേഷണം ശക്തമാക്കണം, ഊർജിതമായി മുന്നോട്ട് പോകണം. അതായത് ഒരു കടബാധ്യതയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ബാധ്യതകളോ അതല്ല മറ്റെന്തെങ്കിലും ത്രട്ടനിങ്ങോ ഭീഷണിയോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിയത് എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ അന്വേഷണം നടക്കണം. ഇവരുടെ ഒരു സമ്മർദ്ദം മൂലമാണ് റോയി ജീവനൊടുക്കുന്ന തരത്തിലേക്ക് പോയത്, ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് പോയത് എന്നുള്ള ആരോപണമാണ് അല്പസമയത്തിന് മുമ്പ് ഈ റോയിയുടെ സഹോദരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. 5 പേജ് അടങ്ങിയ പരാതികളാണ് ഈ പോലീസിന് നൽകിയിട്ടുള്ളത്, കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകിയിട്ടുള്ളത്. അതനുസരിച്ച് സർക്കാർ ഈ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവിടുത്തെ കർണാടകയിൽ CIDക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം, കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്ന് സർക്കാർ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തണം. കഴിഞ്ഞ ദിവസം എത്തിയ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന ഈ റെയ്ഡിൽ പങ്കെടുത്തിട്ടുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തും. ഏതൊക്കെ സാഹചര്യത്തിലാണ് റോയി ഈ ഒരു ആത്മഹത്യ ചെയ്യാൻ ഉണ്ടായത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതടക്കം കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. രജിത്ത്, തുടരുക. MG മിഥുൻ തുടരുന്നുണ്ട്. ഒപ്പം ഡാനി പോൾ കൂടി കൊച്ചിയിൽ. ഡാനി, ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയാണ്. ഒപ്പം EDയുടെ റഡാറിലായിരുന്നു CJ റോയ് എന്നും മനസ്സിലാക്കുന്നു. അശോകനഗർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസും മറ്റും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നുണ്ട്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അവർ അവിടെ തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ സൂചനകൾ കൂടി വരുന്നുണ്ട്. ഏതായാലും നേരത്തെ മിഥുനൊക്കെ പറഞ്ഞതുപോലെ കടങ്ങളില്ലാത്ത, ലോണുകളില്ലാത്ത ഒരു ബിസിനസ്സുകാരനെ എങ്ങനെ സംശയനിഴലിൽ ആദായ നികുതി വകുപ്പ് എത്തിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ. അക്കാര്യത്തിലാണ് ഉത്തരം നൽകേണ്ടത്. ഒപ്പം കുടുംബം ഉന്നയിക്കുന്ന ആരോപണമുണ്ട്, അവരുടെ പീഡനം വലിയ തോതിൽ റോയിയെ മാനസിക സമ്മർദ്ദത്തിലാക്കി എന്ന കാര്യത്തിൽ. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് വകുപ്പ് തന്നെയാണ്. അവരുടെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഉണ്ടാകും. അത് ഇപ്പോൾ അവിടെയുള്ള നടപടിക്രമങ്ങൾ അവസാനിച്ചതിന് ശേഷമാണ് പൊതുവിലത് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അതിന് മുൻപ് ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ഈ രീതിയിൽ വലിയ രീതിയിലേക്ക് വിവാദങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ തന്നെ ഇതൊരു ചോദ്യങ്ങളുടെ മുൻപിലേക്ക് അവർ പൊടുന്നനെ എത്തപ്പെട്ട സ്ഥിതിക്കും അതുകൊണ്ട് തന്നെ ഒരു വിശദീകരണം ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു തുടർച്ചയായ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധന എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ 2025 അവസാനത്തോടെ നവംബറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മറ്റു പല പരിശോധനകളുടെ ഭാഗമായിട്ട് ഈ കോൺഫറൻസ് ഗ്രൂപ്പിനെയും സംബന്ധിയായ രീതിയിൽ ചില പരിശോധനകൾ നടന്നിരുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഒപ്പം തന്നെയും കൊച്ചി ഓഫീസിലും ഇത്തരം ചില പരിശോധനകൾ നടന്നിരുന്നു. അവരുടെ ഡയറക്ടർ, ഈ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദായ നികുതി വകുപ്പ് ഈ ചില പരിശോധനകളും മൊഴിയെടുപ്പും ഉള്ള കാര്യങ്ങളുമെല്ലാം തന്നെ നടത്തുകയും ചെയ്തത്. പിന്നീടാണ് ഈ ബംഗളൂരുവിലേക്ക് ഈ ആദായ നികുതി വകുപ്പ് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവിടേക്ക് പോവുകയും ചെയ്തു. ഇതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ഈ രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടാകുകയും ചെയ്തത്. അതിനുശേഷം പിന്നീട് ചില രേഖകളിലെ ഒരു സംശയങ്ങൾ നിവർത്തിക്കുക എന്ന കാര്യത്തിലാണ്
പിന്നീട് ഇവരെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. ഈ CJ റോയിയെ അടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുകയും ചെയ്തത്. അപ്പോൾ ആ പ്രോസസ്സ് മാത്രമാണ് അവിടെ നടന്നത്. അതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുകയും ആത്മഹത്യയിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. എന്തായാലും ഈ കാര്യങ്ങൾ കൃത്യമായൊരു വിശദീകരണം അടക്കം അവർ നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിൽ ചില ഡോക്യുമെൻ്റ് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ രീതിയിലുള്ളൊരു നടപടികൾ ഉണ്ടായത്. പ്രത്യേകിച്ച് ലോക്കറുകളിലടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ ചില വിശദീകരണം ആവശ്യപ്പെട്ടതായിട്ടാണ് ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം പുറത്തു വരുന്ന ഒരു വാർത്തകൾ. അപ്പോൾ അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നതെല്ലാം ഇനി വിശദീകരിക്കപ്പെടേണ്ടതാണ്. കുടുംബവും ന്യായമായും വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള സംഘം, അന്വേഷണ സംഘം, അഡീഷണൽ ഡയറക്ടർ കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ രാജ്യമെമ്പാടും ഉയരുന്നൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ആദായ നികുതി വകുപ്പ് അവരുടെ ഒരു പരിശോധനകളുടെ ഭാഗമായി അവിടെ എന്ത് നടന്നു, ഏതെല്ലാം രേഖകൾ അവർ ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യങ്ങളിലെല്ലാം കൃത്യമായൊരു വിശദീകരണം ഇക്കാര്യങ്ങളിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ തന്നെ കേന്ദ്ര ഏജൻസികളെ തന്നെ ഈ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചകൾ മാറുന്നത് കൊണ്ട് തന്നെ വൈകാതെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ പരിശോധനകളുടെ തുടർച്ചയായാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ബംഗളൂരുവിൽ എത്തിയത്. അവിടെ നേരത്തെ മുൻകൂട്ടി അറിയിച്ചത് പ്രകാരം തന്നെയാണ് അവിടേക്ക് CJ റോയിയെ വിളിച്ചു വരുത്തുകയും പിന്നീട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ബംഗളൂരുവിൽ തന്നെയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സംഘം തന്നെയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുത്ത ശേഷമായിരിക്കും അവർക്കും തിരിച്ചിങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിക്കുക. ഇക്കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കേണ്ടത്. മിഥുന്, കുടുംബം ഉന്നയിക്കുന്ന ഗൗരവതരമായ ആരോപണം കഴിഞ്ഞ ദിവസം സഹോദരൻ പറഞ്ഞിരുന്നു വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും സഹോദരൻ സമാനമായി തന്നെ പറയുന്നൊരു പശ്ചാത്തലമുണ്ട്. സമാനമായി തന്നെ അത്തരം കാര്യങ്ങൾ പറയുകയാണ്. റോയിയുമായി ബന്ധപ്പെട്ട് റോയി ഒരു കടവുമില്ലാത്ത, ശത്രുക്കളില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്നുള്ള തരത്തിലാണ്. കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമവശങ്ങളിലേക്ക്, നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? ഒപ്പം ബാംഗ്ലൂരു പോലീസിൻ്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? രജിത്ത്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അടുത്തിടെ ഈ സിനിമാ താരങ്ങളും ഒപ്പം തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പ്രമുഖരും ബിസിനസ് ടൈക്കൂണുകളും ഒക്കെ പങ്കെടുത്തൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു റഡാറിലേക്ക്, അതായത് ഈ ആദായ നികുതി വകുപ്പിൻ്റെ റഡാറിലേക്ക് CJ റോയി എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമാണ് ഈ റെയ്ഡുകളും ഒപ്പം തന്നെ പരിശോധനകളും ഒക്കെ വ്യാപകമായി ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്ത്. അത് ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി കഴിഞ്ഞതിന് ശേഷം പൊടുന്നനെ ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്ത് പരിശോധനയാണ് നടത്തുന്നത്? തൻ്റെ സഹോദരൻ്റെ പേരിൽ ഒരു തരത്തിലുമുള്ള ലോണോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ബാധ്യതകളോ ഒരു തരത്തിലുമുള്ള ഭീഷണികളോ ശത്രുക്കളോ ഒന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ടീം പൊടുന്നനെ വരിക, പരിശോധനകൾ നടത്തുക, ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തുന്നു? അത് കഴിഞ്ഞ 3 മാസമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന നടക്കുമ്പോൾ CJ റോയിയോട് അവിടേക്ക് വരുവാനുള്ള ആവശ്യം മുൻകൂട്ടി അറിയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചു വരുത്തുകയും ചെയ്തത്. അതൊക്കെ എന്തിൻ്റെ പേരിലാണ്? എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊക്കെയുള്ള പരിശോധന ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെന്നുള്ള സംശയമാണ് ഇവർ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ പാർട്ടിയിൽ പങ്കെടുത്ത സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഈ ബിസിനസ് മേഖലയിൽ തന്നെ ഉള്ള മറ്റ് പ്രമുഖരുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് പങ്കാളികളുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരികയും ചെയ്യും. അതിൽ ഒരു വിശദീകരണം നൽകേണ്ടത് ഇപ്പോൾ ഡാനി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അവരുടെ ഒരു വിശദീകരണം കൂടി പരിഗണിച്ചുകൊണ്ട് ായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കുടുംബം വിശദമായ രീതിയിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ, അതായത് കൃത്യമായ ആരോപണങ്ങൾ ഈ ആദായ നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സ്വാഭാവികമായും കുടുംബം കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഉടൻ തന്നെ കർണാടക സർക്കാർ ഭാഗത്ത് നിന്ന് അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിനൊരു സംഘത്തെ ചുമതലപ്പെടുത്തി കർണാടക CID അടക്കം ഈ ഒരു
അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അശോക് നഗർ പോലീസ് ഇതിന്റെ വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ റെയ്ഡ് നടക്കുന്ന അവിടെ സംഭവിച്ചത് എന്താണ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവമാണോ അവിടെ ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ റോയുമായി ബന്ധപ്പെട്ട ഈ സമ്മർദ്ദം ചെലുത്തുന്നത്, അതായത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് റോയ്ക്ക് മേൽ ഉണ്ടായിരുന്നു, ആ സംശയം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ അങ്ങനെ ഒരു ആരോപണം കൂടി അല്പസമയത്തിന് മുമ്പ് സഹോദരൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അതേ ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോകണമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ ഒരു വിശദീകരണം കൂടി കേട്ടതിന് ശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ശരി, MG മിഥുനും ഡാനി പോളുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേന്ദ്ര ബജറ്റ് നാളെയാണ്. കേരളം ഒരുപാട് പ്രതീക്ഷ വെക്കുന്ന ഒരു ബജറ്റ് കൂടിയാണ്. 2026-27 വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കും. നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണിത്. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബജറ്റിൽ കേരളത്തിന് പരിഗണന ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. അതിവേഗ റെയിൽപാതയ്ക്കായി നീക്കിയിരിപ്പ് ഉണ്ടാകുമെന്നും പ്രതീക്ഷയുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിവേഗ റെയിൽപാത, അതിപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമുണ്ട്. ശ്രീധരൻ്റെ മറ്റൊരു പ്രോജക്റ്റ് ഉണ്ട്. ഏതിലാണ് പണം അനുവദിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും അതിവേഗ റെയിൽപാത വരണം, അതിനുള്ള ശ്രമങ്ങൾ, ഒപ്പം ആദായ നികുതി ഘടനയിലടക്കം മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഏതായാലും നാളെയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഫെബ്രുവരി 1 NDA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഫെബ്രുവരി 1 കൃത്യമായി ബജറ്റ് അവതരിപ്പിക്കാറുള്ളത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 1-ാം തീയതി ബജറ്റ് പ്രഖ്യാപിക്കുമെന്ന തീരുമാനത്തിലേക്ക് ഇത്തവണ ഞായറാഴ്ച ആയിട്ട് പോലും അത്തരം നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ തന്നെ തീരുവ ഏർപ്പെടുത്തിയത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ബാധിച്ചിരുന്നു. ഇത് മറികടക്കാൻ എന്തെങ്കിലും പാക്കേജ് പ്രഖ്യാപിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതുമൊക്കെ തന്നെ നടപടികൾ, അത്തരം പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിർമ്മല സീതാരാമൻ്റെ 9ാമത്തെ ബജറ്റിൽ. ഇതുകൂടാതെ തെരഞ്ഞെടുപ്പ് വർഷമാണെന്ന് തന്നെ പറയാം. കാരണം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ ബി ജെ പി ഭരിക്കുന്ന അസമുണ്ട്, BJP വലിയ തോതിൽ പ്രതീക്ഷ വയ്ക്കുന്ന പശ്ചിമ ബംഗാളുണ്ട്, കേരളവും തമിഴ്നാടുമുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ നിലയ്ക്ക് വലിയ പ്രഖ്യാപനങ്ങൾ ഈ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായേക്കാം. കാരണം മുൻപൊക്കെ തന്നെ സമാനമായ രീതി ആവർത്തിച്ചിട്ടുണ്ട്. ബീഹാറിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പായിരുന്നു, ബജറ്റിന് ശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ്. ബീഹാറിന് വാരിക്കോരി പ്രഖ്യാപനങ്ങൾ വന്നു. അതിനു മുൻപ് ആന്ധ്രയ്ക്കായിരുന്നു സമാനമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അപ്പോൾ കേരളത്തിൻ്റെ ചില ആവശ്യങ്ങളെങ്കിലും ഇത്തവണ പരിഗണിക്കപ്പെടും എന്നൊരു പ്രതീക്ഷാത്തരം വിലയിരുത്തലുകളൊക്കെ തന്നെ ഉണ്ട്. അതിൽ തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അതിവേഗ റെയിൽ പദ്ധതി, അതിനുമായി എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഒരുപക്ഷെ അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ കേരളം പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എയിംസ് ഇത്തവണയെങ്കിലും പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. കാരണം 12 വർഷം മുമ്പ് 2014 വിവിധ സംസ്ഥാനങ്ങളിൽ എയിംസ് കൊണ്ടുവരും എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിൽ കേരളം ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിൽ എയിംസ് വന്നെങ്കിലും കേരളത്തിൽ അത് നടപ്പായിട്ടില്ല. സംസ്ഥാന സർക്കാർ കോഴിക്കോട് ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 150 ഏക്കർ ഭൂമി കണ്ടെത്തുകയും അത് ആരോഗ്യമന്ത്രിയെയൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എയിംസ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതെവിടെ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഏതായാലും സംസ്ഥാനം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏതാണ്ട് 29 ആവശ്യങ്ങളുമായി കേന്ദ്രത്തെ ഇതിനോടകം തന്നെ സമീപിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേക പാക്കേജ്, ഏതാണ്ട് 21,000 കോടി രൂപയുടെ പാക്കേജ് വേണമെന്നൊരു ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം വിഴിഞ്ഞം പദ്ധതി കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ തുടർ നടപടികൾക്ക് ഫണ്ട് വേണം അടക്കം ഏതാണ്ട് 29 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും നാളെ ബജറ്റ് അവതരിക്കുമ്പോൾ തീർച്ചയായും ഒരു വലിയ പ്രതീക്ഷ ഏതായാലും കേരളം വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അജിത് പവാറിന്റെ പകരക്കാരിയായി ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് മുംബൈ വിധാൻ ഭവനിലെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. ER രാഗേഷുണ്ട്. രാഗേഷ്, കാത്തിരുന്ന് കാണേണ്ടത് പവാർ പക്ഷങ്ങൾ, അജിത് പവാറും ശരത് പവാർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ലയനം ഒക്കെ ആലോചിച്ചാണ് എന്ന് മനസ്സിലാകുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി വിയോഗം സംഭവിക്കുന്നത്. വീണ്ടും ലയന നീക്കങ്ങൾ സജീവമാണ് എന്ന് മനസ്സിലാകുന്നു. NDAയുടെ ഭാഗമാകും ഈ 2 പവാർ പക്ഷങ്ങളും എന്ന് മനസ്സിലാക്കണം.
രഞ്ജിത്ത്, അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അല്പം മുമ്പ് ശരത് പവാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പവാർ പ്രതികരിച്ചില്ല. കൃത്യമായ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയാകുന്ന കാര്യം ചോദിച്ചപ്പോൾ തനിക്ക് അതേക്കുറിച്ച് അറിവില്ല എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഏതായാലും ചർച്ചകൾ സജീവമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടു പാർട്ടികളും പൂനെയിലും പിംപ്രി ചിഞ്ചുവാഡിലും ഒന്നിച്ചാണ് മത്സരിച്ചത്. അതിൻ്റെ ഗുണമൊന്നും ഉണ്ടായില്ല. അങ്ങനെ വലിയ ക്ഷീണം ഈ രണ്ടു പാർട്ടികൾക്കും ഉണ്ടായി എന്ന് മാത്രമല്ല, പരമ്പരാഗതമായ NCPയുടെ ശക്തികേന്ദ്രങ്ങളിലേക്ക് BJP കടന്നു കയറുന്ന സാഹചര്യം ഉണ്ടായി. അതൊഴിവാക്കാൻ ഈ രണ്ടു പക്ഷങ്ങളും ഒന്നിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിൽ തന്നെയുണ്ട്. ഈ സാഹചര്യത്തിൽ 8-ാം തീയതി ലയനം പ്രഖ്യാപനം നടത്താനിരിക്കുകയാണ് അജിത് പവാറിൻ്റെ വിയോഗം. എങ്കിൽ പോലും ആ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ രണ്ടു കൂട്ടരും, ശരത് പവാർ പക്ഷവും അജിത് പവാർ പക്ഷവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അജിത് പവാറിൻ്റെ പിൻഗാമിയായി സുനേത്ര പവാർ വരികയാണ്. കാരണം അവരെ ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേരുകയും അവരെ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്യും. അതിനുശേഷം ഉപമുഖ്യമന്ത്രിയായി സുനേത്ര സത്യപ്രതിജ്ഞ ചെയ്യും. നിലവിൽ 3 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അജിത് പവാർ, കൈകാര്യം ചെയ്തിരുന്നു അജിത് പവാർ. ഒന്ന് എക്സൈസ് വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്, കായിക വകുപ്പ് അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്, ധനകാര്യ വകുപ്പും അദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇതിൽ ധനകാര്യ വകുപ്പ് ഒരുപക്ഷെ ദേവേന്ദ്ര ഫഡ്നവിസ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബജറ്റ് സമ്മേളനം വരുന്ന 23-ാം തീയതി ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ നടത്തി വരുന്നതിനിടെയാണ് അജിത് പവാറിൻ്റെ വിയോഗം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബജറ്റ് പൂർത്തീകരിക്കാൻ തൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ പുതുമുഖം എന്ന നിലയ്ക്ക് സുനേത്ര പവാർ പുതുമുഖം നിലയ്ക്ക് ആ വകുപ്പ് ഒരുപക്ഷെ BJP മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് സുനേത്ര പവാർ. ബാരാമതി അജിത് പവാർ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ്. അവിടെ നിന്നായിരിക്കും അവർ നിയമസഭയിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ NCP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഏതായാലും ലയന ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ലയനമല്ലാതെ പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നൊരു ബോധ്യത്തിലേക്ക് ഇപ്പോൾ ഏതായാലും NCP എത്തിച്ചേരുകയാണ്. ശരി, തങ്ങളെ ഉന്നം വെച്ച് പടനീക്കം ശക്തമാക്കിയ US-ന് മുന്നറിയിപ്പുമായി ഇറാൻ. ആക്രമിച്ചാൽ പരിധികളില്ലാത്ത പ്രത്യാക്രമണത്തിന് US സാക്ഷിയാകേണ്ടി വരുമെന്ന് പറഞ്ഞ ഇറാൻ മേഖലയിലുള്ള US-ന്റെ വിമാനവാഹിനി കപ്പലുകളെയും സൈനിക ബേസുകളെയും തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചർച്ച നടത്തി. ഇന്നലെ നടന്ന ടെലിഫോൺ സംഭാഷണത്തിനിടെ ഇരു നേതാക്കളും സുരക്ഷയടക്കം നിരവധി വിഷയങ്ങൾ അവലോകനം ചെയ്തു. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഇറാനെ ആക്രമിക്കുമെന്നുള്ള ഭീഷണി അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ട്. കൂടുതൽ ആയുധങ്ങളടക്കം അങ്ങോട്ടേക്ക് അയക്കുന്ന പശ്ചാത്തലമുണ്ട്. കപ്പലുകൾ അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷേ അപ്പോഴും ഇറാന്റെ പ്രതിരോധം അത് ശക്തമാക്കുകയാണവർ. രജിത്ത്, തീർച്ചയായും. കാരണം അടിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും അമേരിക്കയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പലായിട്ടുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധവാഹിനി കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കണെ തകർക്കുമെന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അവിടുത്തെ US ബേസുകൾ മറ്റ് പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയുള്ള US ബേസുകൾ കേന്ദ്രീകരിച്ചും ആക്രമണം ഞങ്ങൾ നടത്തും. അതുകൊണ്ട് തന്നെ തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ അതിനും വലിയ രീതിയിൽ മിസൈലുകൾ കൊണ്ടും ഡ്രോണുകൾ കൊണ്ടും പ്രത്യാക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഇതിന്റെ ഭാഗമായാണ് അവരുടെ ഡ്രോൺ വാഹിനി കപ്പൽ കൂടിയായിട്ടുള്ള ഷഹീദ് ബഹേരി ഇതിന് സമീപത്തായി, അതായത് ഹോർമുസ് കടലിടുക്കിന് സമീപത്തായി വിന്യസിക്കുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്, അതിൻ്റെ സേനാ വിന്യാസം എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പരീക്ഷണ പറക്കൽ എന്ന രീതിയിൽ ഒരു ആളില്ലാ വിമാനം കഴിഞ്ഞ ദിവസം US-ന്റെ ഭാഗത്ത് നിന്ന് ഈ മേഖലകളിലേക്ക് പറക്കുകയും അതിൻ്റെ നിരീക്ഷണമൊക്കെ നോക്കിക്കാണുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എബ്രഹാം ലിങ്കൺ നേരത്തെ ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നു എന്നുള്ളതായിരുന്നു. അത് ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ കപ്പലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മിസൈൽ ഡിസ്ട്രോയർ ആയിട്ടുള്ള മറ്റൊരു കപ്പൽ കൂടി ഇപ്പോൾ ഈ യുദ്ധവാഹിനി കപ്പലിന് സമീപത്തായി അമേരിക്ക നങ്കൂരമിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഈ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം വെനസ്വേലയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതുപോലെ തന്നെ അവിടെ ഒരു ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു സൈനിക നീക്കം അത് ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കില്ല എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി തന്നെ അറിയാം. അവിടെ ഒരു തരത്തിലുമുള്ള പ്രതിരോധ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള സൈനിക നടപടിയോ US-ന് നേർക്ക് വെനസ്വേലയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മറിച്ച്
ഇറാനെ ആക്രമിച്ചാൽ അതായിരിക്കില്ല സ്ഥിതിവിശേഷം എന്നുള്ളത് തന്നെയാണ്. ഇറാന്റെ ഒരു കരുത്ത് അതൊരു തരത്തിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അവരുടെ മിസൈൽ സംവിധാനങ്ങൾ, ഭൂഗർഭ അറകളിലുള്ള ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈൽ സംവിധാനങ്ങൾ, അവയൊക്കെ പലയിടങ്ങളിലേക്ക് തൊടുത്തുവിടാൻ തരുന്ന തരത്തിൽ അവർ അത് സജ്ജമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് അവരുടെ വിദേശകാര്യ മന്ത്രി അടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൂടി നോക്കി കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇനി US ഒരു മുന്നോട്ടുള്ള നീക്കം എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഏവരും ചിലർ പറയുന്നത് പോലെ തന്നെ ഇത്രയും വലിയ യുദ്ധവാഹിനി കപ്പൽ, അതായത് ഒരു അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരം എന്ന രീതിയിൽ തന്നെയാണ്, കടലിലുള്ള ഒരു നഗരമായി തന്നെയാണ് അമേരിക്ക ഈ എബ്രഹാം ലിങ്കണെ കണക്കാക്കുകയും ചെയ്തത്. അങ്ങനെ ഇത്രയും വലിയ 1,00,000-ഓളം ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന ഒരു 333 മീറ്റർ ദൂരമുള്ള ഇത്രയും വലിയ ഒരു യുദ്ധവിമാന കപ്പൽ അങ്ങനെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തകർക്കാനാകുമോ? അതിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, പ്രതിരോധ ശേഷിയൊക്കെ അമേരിക്കയ്ക്ക് ഇല്ലേ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടുള്ള ഉയരാം. പക്ഷേ ഈ രംഗത്തുള്ള പ്രതിരോധ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ US-ന്റെ യുദ്ധവാഹിനി കപ്പലുകൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. 2 കപ്പലുകൾ അങ്ങനെ തകർന്ന് കടലിനടിയിലേക്ക് പോയ ചരിത്രമുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ 1987-ലും 2000-ലും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും അതിൽ USS കാറനും ഒപ്പം തന്നെ USS സ്റ്റാർക്കും 2 യുദ്ധവാഹിനി കപ്പലുകൾ അങ്ങനെ ആക്രമണത്തിൽ തകർന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഈ മിസൈലിൻ്റെ ഒരു ആക്രമണം ഡിറ്റക്ട് ചെയ്യാൻ US-ന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ യുദ്ധവാഹിനി കപ്പലിന് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു അന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ അഡ്വാൻസ് ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള രീതിയിലുള്ള ചില പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഈ കപ്പലിലുണ്ട് എന്ന് പറയുമ്പോൾ പോലും തന്നെ ഇപ്പോൾ ഇറാൻ്റെ ഈ ഭീഷണി മുൻകരുതിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ മുൻകരുതലായി മറ്റൊരു ഡെസ്ട്രോയർ കൂടി, അതായത് മിസൈൽ ഡെസ്ട്രോയർ കൂടി വഹിക്കുന്ന മറ്റൊരു കപ്പൽ കൂടി അവിടേക്ക് വിന്യസിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ യുദ്ധഭീഷണിയുണ്ട് അമേരിക്കയുടെ, ഇപ്പോഴും തുടരുകയാണ്. വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. നമുക്ക് മറ്റ് വാർത്തകളുമായി തിരിച്ചെത്തണം. കാര്യവട്ടത്ത് ഇന്ത്യ-ന്യൂസിലൻഡ് T20 പരമ്പരയിലെ അവസാന മത്സരം വൈകിട്ട് 7 മണിക്കാണ്. ആവേശത്തിരയിലാണ് കാര്യവട്ടം. അതടക്കം നിരവധി വാർത്തകളുണ്ട്, തത്സമയ റിപ്പോർട്ടുകളുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. പുലർച്ചെ 4 മണിയോടെ മാർക്കറ്റ് വുഡ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് അഗ്നിബാധയുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്ത കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബൈജു ചേരുന്നു. ബൈജു, ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായോ? രഞ്ജിത്തെ, തീ പൂർണ്ണമായും നിയന്ത്രണവിധേയമായ ഇപ്പോഴായിരിക്കുന്നു. അതായത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായത്. ഏതായാലും ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇങ്ങനെ മാർക്ക് പ്ലൈവുഡ് എന്ന സ്ഥാപനത്തിൽ വലിയ തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന വേറെ എല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സമാന രീതിയിൽ ഒരു പ്ലൈവുഡ് ഫാക്ടറിക്ക് തീപിടിച്ചതും ബോയിലർ പൊട്ടിത്തെറിച്ച ഒരാൾ, ഇതര സംസ്ഥാന തൊഴിലാളി മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ അടിക്കടി അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിൽ തീപിടുത്തം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ഫാക്ടറികളിൽ തീപിടുത്തം ഉണ്ടാകുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അന്ന് തീപിടുത്തത്തിൽ സമീപ പ്രദേശങ്ങളിലെ നിരവധി വീടുകൾക്കാണ് കേടുപാട് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിലൊരു അന്വേഷണം ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഇതുവരെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് കണ്ണൂർ സ്വദേശിയുടെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയാണ്. ഏതായാലും 8ഓളം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ പൂർണ്ണമായും ഇപ്പോൾ അടയ്ക്കാനായത്. എന്തായാലും അന്വേഷണം ഇത് സംബന്ധിച്ച്, തീപിടുത്തത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി യാത്രക്കാരൻ. കാഞ്ഞൂർ സ്വദേശി ജെറിൻ ഡേവിഡിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, കാഞ്ഞൂർ സ്വദേശി ജെറിൻ ഡേവിഡ് UK-യിൽ നിന്നാണ് പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ വെച്ച ചില വിഷയങ്ങൾ, ഇയാളുടെ ബാഗേജ് അത് പരിശോധിക്കണമെന്ന് അതായത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. പക്ഷേ അയാൾ അതിന്
അനുവദിക്കുന്നില്ല, അയാൾ സമ്മതിക്കുന്നില്ല. അവരോട് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ജോലി തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് കണ്ടപ്പോഴാണ് അവർ നെടുമ്പാശ്ശേരി പോലീസിനെ തന്നെ വിവരം അറിയിക്കുകയും പോലീസ് എത്തുകയും ചെയ്തു. പോലീസ് എത്തി ഇവരുടെ ഈ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന കുറ്റത്തിനും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇയാൾ വധഭീഷണി മുഴക്കിയെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളൊരു പരാതി. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇയാളെ ബാഗേജ് പരിശോധിക്കാൻ സമ്മതിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അയാളിൽ നിന്ന് വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കാരണം പരിശോധനകൾക്ക് ശേഷമാണ് ബാഗേജായിട്ട് വരുന്നതെങ്കിൽ കൂടി വിമാനത്താവളത്തിനകത്ത് വെച്ച് അവർക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായും തന്നെ ഇത് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം തന്നെയുണ്ട്, സുരക്ഷാ കാരണങ്ങളുടെ പേരിലാണെങ്കിലും. അപ്പോൾ ഇത് പരിശോധിക്കാൻ ഇയാൾ അനുവദിക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ മേർക്ക് അവരൊക്കെ തട്ടിക്കയറുന്നു, അവർക്ക് നേരെ വധഭീഷണി അടക്കം മുഴക്കി എന്നാണ് ഉദ്യോഗസ്ഥർ പരാതിയായി നൽകിയിട്ടുള്ളത്. നെടുമ്പാശ്ശേരി പോലീസ് ഉടൻ തന്നെ ഇവിടേക്ക് എത്തുകയും വിമാനത്താവളത്തിലേക്ക് എത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളിൽ നിന്ന് വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. രഞ്ജിത്ത്, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറി യാത്രക്കാരൻ കാഞ്ഞൂർ സ്വദേശി ജെറിൻ ഡേവിഡിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ ഡാനി പോൾ പങ്കുവച്ചത്. കോട്ടയത്ത് യുവതിയെയും യുവാവിനെയും ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിയാത്തുരുത്ത് സ്വദേശി അസിയ, പുതുപ്പള്ളി സ്വദേശി നന്ദകുമാർ എന്നിവരെയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ശ്രീജിത്ത്, ഇവരുടെ ആത്മഹത്യാക്കുറിപ്പടക്കം കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കമിതാക്കളായിരുന്നു, മറ്റ് അസ്വാഭാവികതകളൊന്നും സംശയിക്കുന്നില്ലല്ലോ അല്ലേ? രഞ്ജിത്ത്, നിലവിൽ മറ്റൊരു അസ്വാഭാവികതയും സംശയിക്കുന്നില്ല. ഇതൊരു ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ തന്നെ പോലീസ് എത്തുകയാണ്. അതിന് പ്രധാനപ്പെട്ട തെളിവുകളായ ഇവരുടെ ഒരു ആത്മഹത്യാക്കുറിപ്പടക്കം ഈ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ശാസ്ത്രി റോഡിലുള്ള ലോഡ്ജിൽ നിന്നാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇന്നലെ രാത്രി ഏതാണ്ടൊരു 8 മണിക്ക് ശേഷമാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. അതായത് മിനിയാന്നാണ് ഇവർ ഇവിടെ മുറിയെടുത്തത്. ഇവിടെ മുറിയെടുത്ത ശേഷം ഇന്നലെ വൈകുന്നേരമായിട്ടും ഇവരെ പുറത്തേക്ക് കണ്ടിരുന്നില്ല. ഇതിൽ സംശയം തോന്നിയതോടെ ഈ ഹോട്ടൽ ജീവനക്കാർ അവരെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇതോടെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് എത്തിയാണ് ഈ ഫയർഫോഴ്സിൻ്റെ കൂടി സഹായത്തോടെ ഈ മുറി തുറന്നത്. അപ്പോഴാണ് ഇരുവരെയും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം ഗാന്ധിനഗർ പോലീസിന് പരാതി നൽകിയിരുന്നതാണ്. ഈ പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇരുവരും കമിതാക്കളായിരുന്നു. വിവാഹം വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. എന്തായാലും രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ നടക്കുകയാണ്. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. രഞ്ജിത്ത്. ശരി ശ്രീജിത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ തുടരുന്നതിനിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി യോഗം ഇന്ന് കോട്ടയത്ത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റും വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടതില്ലെന്ന നിലപാട് അംഗങ്ങൾ യോഗത്തിൽ ഉയർത്തിയേക്കും. തിങ്കളാഴ്ച സീറ്റ് ചർച്ച പുനരാരംഭിക്കാനിരിക്കെയാണ് ഇന്ന് അടിയന്തര യോഗം വിളിച്ചത്. തുടരുന്നു. 10 സീറ്റ് വേണമെന്ന ആവശ്യമാണ്. ചില സീറ്റുകൾ വെച്ചുമാറുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഇടുക്കി അടക്കമുള്ള സീറ്റുകൾ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് പൊതുവെ അവിടെ ഉയരാൻ ഇടയാകുന്ന ഒരാവശ്യങ്ങൾ? ഉന്നതാധികാര സമിതി യോഗമാണ്. സ്വാഭാവികമായും UDF-ന് മുന്നിൽ, കോൺഗ്രസിന് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതില്ല എന്ന നിലപാട് തന്നെ നേതൃത്വത്തിന് മുന്നിൽ മറ്റ് നേതാക്കൾ പങ്കുവെക്കും എന്നതാണ്. അങ്ങനെ ഒരു ആശയം രൂപീകരിക്കാൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ ഒരു യോഗമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ 10 സീറ്റാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പ്രത്യേകിച്ച് നേതൃത്വം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ തന്നെ സീറ്റ് മോഹികളായ ആഗ്രഹിച്ചിരിക്കുന്ന പലരുമുണ്ട്. അവരെ സംബന്ധിച്ച് അതൊരു വലിയ ഞെട്ടലായിരിക്കും, അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു വിട്ടുവീഴ്ച എന്ന നിലപാടിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. തിങ്കളാഴ്ചയും യോഗം ചേരുന്നുണ്ട്. ആദ്യഘട്ട യോഗത്തിൽ
ഈ ചർച്ചകൾ ഒരു തീരുമാനമാകാതെ പോവുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഏറ്റുമാനൂർ സീറ്റും പൂഞ്ഞാർ സീറ്റും തമ്മിൽ വെച്ചുമാറ്റത്തിന് നേരത്തെ തന്നെ ചില ധാരണകൾ എത്തിയിരുന്നതാണ് കോൺഗ്രസും കേരള കോൺഗ്രസും. അതേസമയം തന്നെ പ്രാദേശിക നേതാക്കൾ ഏറ്റുമാനൂരിലേത് ആ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു അന്തിമമായ തീരുമാനം എത്തിയിട്ടില്ല. കോൺഗ്രസിലാണെങ്കിലും പല നേതാക്കളും ഇതിനകം ഏറ്റുമാനൂർ സീറ്റിനകം ഈ ചരട് വലിക്കുന്ന വാർത്തകൾ നമ്മൾ നേരത്തെ നൽകിയിരുന്നതാണ്. അപ്പോൾ ഈ സീറ്റ് വെച്ചുമാറ്റം ഒരുപക്ഷെ സാധ്യമാകും, പക്ഷെ അതിനപ്പുറത്തേക്ക് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥി ആര് എന്നതുകൂടി പരിശോധിച്ച് കടുത്ത നിലപാടുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതലിടത്ത് വിജയിക്കാനൊക്കെ കഴിഞ്ഞത് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ്. UDF എന്ന നിലയിലാണെങ്കിലും ഒരുപാടിടത്ത് വിജയിക്കാൻ, തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തങ്ങളും ശക്തിയുള്ളവരാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ ഫലത്തിൽ ജോസഫ് ഗ്രൂപ്പിന് ശക്തി പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് വിട്ടുവീഴ്ച എന്ന നിലപാടിലേക്ക് ഇന്നത്തെ യോഗം എത്തില്ല. അതേസമയം UDFിലെ ഒരു ചർച്ചയോടുകൂടിയായിരിക്കും ഇക്കാര്യത്തിലൊക്കെ ഒരു അന്തിമമായ വ്യക്തത വരിക. രഞ്ജിത്ത്. ശരി. ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് കാര്യവട്ടത്ത് നടക്കും. ആദ്യ 3 മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞെങ്കിലും T20 ലോകകപ്പിന് മുൻപുള്ള അവസാന മത്സരം ആവേശകരമാകുമെന്നുറപ്പാണ്. മികച്ച ഫോമിലല്ലെങ്കിലും സഞ്ജു സാംസൺ ഇന്നും കളിക്കാൻ ഇറങ്ങാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സ്വന്തം നാട്ടിൽ സഞ്ജുവിൻ്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരം കൂടിയാകും ഇത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, സഞ്ജുവിൻ്റെ സാന്നിധ്യമാണ് തിരുവനന്തപുരത്തെ മത്സരത്തെ കൂടുതൽ ആവേശഭരിതമാക്കുന്നത്. അതങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പൂർണ്ണമായും ക്രിക്കറ്റ് ലഹരിയിലേക്ക് എത്തിക്കഴിഞ്ഞോ കാര്യവട്ടം? കാര്യവട്ട ക്രിക്കറ്റ് ലഹരിയിലേക്ക് എത്തുന്നു രഞ്ജിത്ത്. സഞ്ജു തന്നെയാണ് പ്രധാനം, സഞ്ജു മയം തന്നെയാണ് കാര്യവട്ടത്ത്. കാരണം 11 വർഷം നീളുന്ന 11 വർഷത്തിലേക്ക് എത്തുന്ന ക്രിക്കറ്റ് കരിയർ, അതിൽ സഞ്ജു സാംസന്റെ പിറന്ന നാടാണ് തിരുവനന്തപുരം. സഞ്ജു സാംസന്റെ കളിച്ചു വളർന്ന മണ്ണാണ് തിരുവനന്തപുരം. സഞ്ജു സാംസന് വേണ്ടി ആർത്തു വിളിക്കുന്ന ഗാലറികളും ആൾക്കൂട്ടവുമാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ നമുക്ക് ഒരു കൂറ്റൻ കട്ടൗട്ടാണ് ദൃശ്യങ്ങൾ ഉള്ളത്. സഞ്ജു സാംസന്റെ കൂറ്റൻ കട്ടൗട്ട്. നമുക്കറിയാം, ഒരു പ്രശസ്തമായ ചിത്രമുണ്ട്. ഇന്ത്യൻ ടീം പരിശീലനം നടത്തുമ്പോൾ, അത് കാര്യവട്ടത്ത് മത്സരത്തിനെത്തി ഇന്ത്യൻ ടീം മംഗലപുരത്ത് പരിശീലനം നടത്തുമ്പോൾ സഞ്ജു സാംസൺ അന്ന് ടീമിലില്ലായിരുന്നു. പക്ഷേ അവിടെ സഞ്ജു സാംസന്റെ ചിത്രമുള്ള ഒരു വലിയൊരു ചുവര്, അത് വാർത്താമാധ്യമങ്ങളിലൊക്കെ ചിത്രങ്ങളായി വന്ന ഒരു ദിവസമുണ്ടായിരുന്നു. കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾ ഏറ്റവും അധികം ദുഃഖിച്ച കാര്യങ്ങളിലൊന്ന് സഞ്ജു സാംസൺ ടീമിലുണ്ടായിട്ടും കളിക്കാതെ പോയ കാര്യവട്ടത്തെ ഒരു മത്സരം. അന്ന് രവിശാസ്ത്രി സഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നതൊക്കെ വലിയ വാർത്തകളും ചിത്രങ്ങളുമായി മാറിയ ദിവസം. പക്ഷേ ഇന്ന് കാര്യങ്ങൾ വ്യത്യസ്തമാകുമെന്ന പ്രതീക്ഷയിലാണ് സഞ്ജുവിൻ്റെ ആരാധകർ. എവിടെയും സഞ്ജുവാണ്, എവിടെയും സഞ്ജു സാംസണാണ്. സഞ്ജു സാംസന്റെ ജേഴ്സിയാണ് കൂടുതൽ ഇവിടെ വിറ്റുപോകുന്നത്. സഞ്ജു സാംസന്റെ കളി കാണാനെത്തുന്ന ആരാധകരാണ് ഉള്ളത്. സഞ്ജു സാംസൺ ഇന്നലെ പ്രാക്ടീസ് നടത്തിയിരുന്നു. ആദ്യം നെറ്റ് പ്രാക്ടീസിലെത്തിയത് ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരുമായിരുന്നു. തൊട്ടു പിന്നാലെ പാഡ് ചെയ്ത് സഞ്ജു സാംസൺ ഇന്നലെ കാര്യവട്ടത്ത് നെറ്റ് പ്രാക്ടീസിന് എത്തി. അതേ ഏതാണ്ട് 20 മിനിറ്റോളം സഞ്ജു പ്രാക്ടീസ് ചെയ്തു. പടുകൂറ്റൻ സിക്സറുകളുമായി സഞ്ജു ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നു എന്ന തോന്നലുളവാക്കി. ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകൻ സീതാൻഷു കോട്ടക് സഞ്ജുവിനെ പിന്തുണച്ച രംഗത്ത്. സഞ്ജു ഏറ്റവും സീനിയർ താരമാണ്. സഞ്ജു എന്താണ് സഞ്ജുവിന് കഴിയുമെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്നൊക്കെ പറയുന്നു. സഞ്ജുവിന് വലിയ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. സഞ്ജുവിൻ്റെ ആരാധകർ ഇപ്പോഴും ഇവിടെ മലപ്പുറത്ത് എത്തിയ ഒരു സംഘമാണ്. വിരാട് കോഹ്ലിയുടെ ആരാധകരെ തട്ടി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും സഞ്ജു സാംസന് വേണ്ടിയും ആരാധകരുണ്ട്. സഞ്ജുവിൻ്റെ ജേഴ്സി അണിഞ്ഞൊക്കെ അവർ നിൽക്കുകയാണ്. 3 പേരും സഞ്ജുവാണ്. ഒരാൾ വിരാട് കോഹ്ലിയുടെ കടുത്ത ആരാധകരാണ്. അതുകൊണ്ട് തന്നെ കോഹ്ലിയെ വിട്ട് കളിയില്ലെങ്കിലും സഞ്ജു സാംസന്റെ പ്രകടനം കാണാൻ വേണ്ടി എത്തിയവരാണ്. നിങ്ങൾ മലപ്പുറത്ത് വരെയാണ് അല്ലേ? എന്താണ് സഞ്ജുവിനുള്ള പ്രതീക്ഷ? എന്താണ്? സഞ്ജു കളിക്കണം. സഞ്ജുവിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളും അവിടെ നിന്ന് എത്തിയത്. നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള അതിയായ ആഗ്രഹത്താൽ. അപ്പോൾ ഒന്ന് ടീമിലുണ്ടാവും എന്നാണ് പ്രതീക്ഷ. നല്ലൊരു ബാറ്റിങ് കാഴ്ചവെക്കാനും സഞ്ജുവിൻ്റെ ആരാധകർക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സഞ്ജുവിൻ്റെ നാടാണ്, പക്ഷേ ഇതുവരെ സഞ്ജു ഇവിടെ കളിച്ചിട്ടില്ല. സഞ്ജു കളിച്ചിട്ട് പറയുമ്പോൾ അന്താരാഷ്ട്ര മത്സരം കളിച്ചിട്ടില്ല. ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ല. ഇന്ത്യ A ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇവിടെ അന്ന് മാൻ ഓഫ് ദ മാച്ചായി. രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനമുണ്ട്. KCL കളിച്ചു, പക്ഷേ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ല. ഇന്ന് കളിക്കാൻ പറ്റുമോ സഞ്ജുവിന്? തീർച്ചയായും കളിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സഞ്ജു ഫോമിലല്ല. കഴിഞ്ഞ മത്സരത്തിലും നല്ല തുടക്കം വന്നിട്ട് വീണ്ടും ആ ലൈനും ലെങ്തും ഒന്നും മനസ്സിലാക്കാതെ ഔട്ടായി പോവുകയാണ്. അത് മറികടക്കാൻ പറ്റുമോ സഞ്ജുവിന്? തീർച്ചയായും കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിരിക്കും. സ്വന്തം മണ്ണിലാവുമ്പോൾ നല്ല പ്രഷറിലാണെന്ന് തോന്നുന്നു. ആര്? സഞ്ജു പ്രഷറിലുണ്ടാവും. കാരണം ലാസ്റ്റത്തെ 4 മാച്ചസ് വല്ലാണ്ട് കളിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലാസ്റ്റ്. സ്വന്തം മണ്ണിലാവുമ്പോൾ കളിക്കുമ്പോൾ തന്നെ പ്രതീക്ഷ. മികച്ച പ്രകടനം ഉണ്ടാവും സഞ്ജു? തീർച്ചയായും. ഇന്ന് കളിച്ചില്ലെങ്കിൽ പിന്നെ വേൾഡ് കപ്പിന് അതൊരു തിരിച്ചടിയാവും. മിക്കവാറും അദ്ദേഹം
നന്നായി കളിക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ആരാധകരുടെ പ്രതീക്ഷ തന്നെയാണ്. കാര്യവട്ടം ക്രിക്കറ്റ് ഓളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കച്ചവടക്കാരൊക്കെ രാവിലെ എത്തി, ദൂര സ്ഥലങ്ങളിൽ പോലും ആരാധകരും എത്തി. സഞ്ജു സാംസൺ വളരെ നിർണായകമാണ്. ഇന്ത്യൻ ടീമിനെ മത്സരം സംബന്ധിച്ചിടത്തോളം ഒരു പരിശീലന മത്സരം മാത്രമായി അവർ കാണും. കാരണം 7-ാം തീയതി ഫെബ്രുവരി 7 ലോകകപ്പിന്റെ ആദ്യ മത്സരം USA നേരിടാൻ ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് ഒരു സന്നാഹ മത്സരം 4-ാം തീയതി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുമുണ്ട്. അതിനു മുമ്പുള്ള ഒരു പരിശീലന മത്സരം മാത്രമായാണ് ഇന്ത്യൻ ടീം ഇത് കാണുന്നത്. പക്ഷേ ഒരു അന്താരാഷ്ട്ര മത്സരം വിജയത്തോടെ അവസാനിപ്പിക്കുക, വേൾഡ് കപ്പിന് മുമ്പുള്ള മത്സരം എന്നതും നിർണായകമാണ്. പക്ഷേ ടീം കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഷാൻ കിഷൻ അപ്രതീക്ഷിതമായി ടീമിലെത്തിയ താരമാണ്. ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനവുമായി ടീമിലെത്തിയ താരമാണ് ഇഷാൻ കിഷൻ. പക്ഷേ മിന്നുന്ന ഫോമിലാണ്. ഇന്നലെയും 1 മണിക്കൂറിലേറെയാണ് കിഷൻ നെറ്റ് പ്രാക്ടീസിന് എത്തിയത്. ആ രീതിയിൽ വലിയ എങ്ങനെയുണ്ട്? എവിടെ നിന്ന് വരെയാണ് നിങ്ങൾ? ഇവിടെ തന്നെയുള്ള കാര്യമായിട്ട് തന്നെയുള്ളതാണ്. സഞ്ജുവിനെ കാണാൻ വന്നതാണോ? സഞ്ജുവിനെ കാണാൻ വന്ന, സഞ്ജുവിന്റെ കളി കാണാൻ വേണ്ടി. തകർക്കോ സഞ്ജു? സഞ്ജുവിനെ അടിച്ചു പൊളിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പൊളിക്കോ? പൊളിക്കുമായിരിക്കും. ആഗ്രഹമില്ലേ പൊളിക്കണമെന്ന്? നേരത്തെ കളി കാണാൻ വന്നിട്ടുണ്ട് അതിന് മുമ്പ്? ആരെ ഇഷ്ടതാരം? സഞ്ജു തന്നെയാണ് അല്ലേ? നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പയ്യനല്ലേ അല്ലേ? സഞ്ജുവിന്റെ കളി നേരത്തെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല തോന്നല്ലേ? ഞാൻ ഫുട്ബോളറാണ്. എന്നിട്ട് ക്രിക്കറ്റ് കാണാൻ വന്നത്. ആരുടെ ജേഴ്സി കേട്ടേക്കുന്നത്? വിരാടിനെ വിട്ട് കളി ഇപ്പോൾ ആർക്കും ഇല്ല. ഏതായാലും സഞ്ജു സാംസൺ വളരെ നിർണായകമെന്ന് പറയാൻ കാരണം ഇനിയുള്ള മത്സര ടീം കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ട. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇഷാൻ കിഷന്റെ വരവ്, തിലക് വർമ്മ ഇപ്പോഴും പരിക്ക് കാരണം പുറത്താണ്. തിലക് വരുമ്പോൾ സ്വാഭാവികമായി മികച്ച ഫോമിൽ കളിച്ച താരമാണ് തിലക്. അതുകൊണ്ട് തന്നെ തിലകിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ മികച്ചൊരു പ്രകടനം സഞ്ജു സാംസന് വളരെ നിർണായകമാണ്. ഒരുപക്ഷേ ഇതിൽ പരാജയപ്പെട്ടാൽ ഒരു അവസരം കൂടിയൊക്കെ ഈ പരിശീലന മത്സരത്തിലൊക്കെ സഞ്ജു കിട്ടിയേക്കാം. എങ്കിൽ പോലും ഇവിടെ ഒരു മികച്ച പ്രകടനം സഞ്ജു സാംസന് അനിവാര്യമാണ്. ടീമിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴും സഞ്ജു ടീം ഓപ്പൺ ചെയ്താൽ അഭിഷേക് ശർമ്മ ഒരു ലെഫ്റ്റ് ഹാൻഡർ ഓപ്പൺ ചെയ്യുന്നു. പിന്നീട് സൂര്യകുമാർ യാദവും അല്ലെങ്കിൽ തിലക് വർമ്മ വന്നാൽ പോലും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ടീമിന്. ഏതായാലും ഏറ്റവും നിർണായകമായ ഒരു മത്സരത്തിൽ ഇന്ത്യൻ ടീം ഇറങ്ങുന്നു. സഞ്ജുവിൽ തന്നെയാണ് മലയാളികളുടെ ഒക്കെ പ്രതീക്ഷ. സഞ്ജുവിൽ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകരുടെ ഒക്കെ പ്രതീക്ഷ. സഞ്ജു ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. ഇന്ത്യയുടെ ആ താരത്തിന് ഏത് നിമിഷവും തിരിച്ചു വരാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിഭയുള്ള താരമാണ്. കഴിഞ്ഞ മത്സരത്തിൽ വിശാഖപട്ടണത്തിൽ നടന്ന മത്സരത്തിൽ സഞ്ജു തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ ആ ഒരു നീണ്ട ഇന്നിംഗ്സിലേക്ക് പോകാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല. സഞ്ജു സാംസൺ തന്നെയാണ് പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പേര്. സഞ്ജുവിന് വേണ്ടി തന്നെയാകും ഗാലറികൾ നിറഞ്ഞു കവിയാൻ പോകുന്നത്. 80% ടിക്കറ്റുകളാണ് KCA വിറ്റത്. അത് ആദ്യത്തെ 2 ദിവസം കൊണ്ട് മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയിരുന്നു. പിന്നീട് കോംപ്ലിമെൻ്ററി ടിക്കറ്റുകളാണ്. ഗാലറികൾ നിറയുമെന്ന ഉറപ്പാണ്. സഞ്ജുവിന് വേണ്ടി ആർത്തു വിളിക്കാൻ ജനക്കൂട്ടം എത്തുമെന്ന ഉറപ്പാണ്. ഇന്നലെ പരിശീലനത്തിന് സഞ്ജുവിനേക്കാൾ കൂടുതൽ സമയം ഇഷാൻ കിഷനും ശ്രേയസ് അയ്യറും പരിശീലനത്തിനുണ്ടായത്. രണ്ടുപേരും ഇലവിലുണ്ടാകുമെന്ന സൂചനകളായതിനെ കാണണം. കീപ്പിംഗ് പ്രാക്ടീസ് നടത്തിയത് ഇഷാൻ കിഷനാണ്. അത് സഞ്ജുവിൻ്റെ ആരാധകർക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ കാര്യവട്ടത്ത് സഞ്ജുവിൻ്റെ നാട്ടിൽ ഇന്ത്യൻ ടീമിൻ്റെ ചേട്ടനെ, പ്രത്യേകിച്ചും ചേട്ടൻ എന്ന് എപ്പോഴും സഞ്ജുവിനെ വിളിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ സൂര്യകുമാർ യാദവാണ്. നമ്മൾ കണ്ടതാണ് വിമാനത്താവളത്തിൽ വരുമ്പോൾ പോലും സഞ്ജുവിനെ വഴിയൊരുക്കാൻ വേണ്ടി ചേട്ടൻ, ഡോൺ ഡിസ്റ്റർബ് ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജുവിനെ വഴിയൊരുക്കുന്ന സൂര്യകുമാർ യാദവിനെ, ക്യാപ്റ്റനെ, അത്തരമൊരു മൈതാനത്ത് അത്തരമൊരു നാട്ടിൽ സഞ്ജുവിനെ ഇന്ത്യൻ തഴയിലും തന്നെ കരുതണം. എങ്ങനെ സഞ്ജു ബാറ്ററായെങ്കിലും ടീമിൽ ഉണ്ടാകും. ശ്രേയസ് അയ്യർ വന്നാൽ പോലും, ശ്രേയസ് അയ്യർ വരുന്ന മലയാളികൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യം തന്നെയാണ്. പാതി മലയാളിയാണ് ശ്രേയസ് അയ്യർ. ശ്രേയസും സഞ്ജുവും 2 മലയാളികൾ ഇവിടെ കളിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ആരാണ് മാറി നിൽക്കാൻ പോകുന്നത്? അഭിഷേക് ശർമ്മയൊക്കെ മാറ്റി ടീം ഘടന ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും സഞ്ജു സാംസൺ ഈ മത്സരത്തിൽ കളിക്കുമെന്ന് തന്നെ മലയാളികൾ ഉറച്ചു പ്രതീക്ഷിക്കുന്നു. സഞ്ജുവിൻ്റെ ആരാധകർ ഉറച്ചു പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ മികച്ച വിജയത്തോടു കൂടി വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. രഞ്ജിത്ത്, വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കോഴിക്കോട് മാളിക്കടവ് കൊലപാതകത്തിൽ പോലീസിന് നിർണായക വിവരങ്ങൾ കിട്ടി. കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലർക്ക് കൊല്ലപ്പെടുന്ന ദിവസം യുവതി സന്ദേശം അയച്ചതായി കണ്ടെത്തി. പ്രതി വൈശാഖനായിരിക്കും മരണത്തിന് ഉത്തരവാദി എന്നായിരുന്നു സന്ദേശം. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, ഏറെ ദുരൂഹതകൾ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇതിലിപ്പോൾ തെളിവുകളിലേക്ക് കൃത്യമായി പോലീസ് എത്തുകയാണെന്ന് മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായും പ്രതി വൈശാഖൻ ആദ്യം പറഞ്ഞിരുന്നത് രണ്ടുപേരും ചേർന്ന് ആത്മഹത്യ ചെയ്യാനൊരു തീരുമാനമെടുക്കുകയും പിന്നീട് അവിടെ നിന്നും കാര്യങ്ങൾ മാറുകയും ചെയ്തു എന്നാണ്. പക്ഷേ ഒരിക്കലും ഈ യുവതി ആത്മഹത്യക്ക് സന്നദ്ധമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ വൈശാഖനൊപ്പം ആത്മഹത്യ ചെയ്യാനായി ആയിരുന്നില്ല ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലേക്ക് എത്തിയതെന്ന്
വ്യക്തമാക്കുന്ന തെളിവുകളാണ് ലഭിക്കുന്നത്. ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് 10 വർഷത്തിലധികമായി ഇവർ വലിയ അടുപ്പത്തിലായിരുന്നു. അതിനുശേഷം രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധത്തിൽ കുറച്ച് ഉലച്ചിലുകളുണ്ടായി. ഇതോടെ കല്ലായിലുള്ള ഒരു കൗൺസിലിംഗ് സെന്ററിൽ ഇരുവരും കൗൺസിലിങ്ങിനായി എത്തി എന്നതിൻ്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 20-22 ദിവസങ്ങളിൽ, അതായത് മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇരുവരും ചേർന്ന് ഈ കല്ലായിലെ കൗൺസിലിംഗ് സെന്ററിൽ എത്തുകയും ഈ കൗൺസിലറുടെ ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ ആദ്യ ദിനം പോയപ്പോൾ 20-ാം തീയതി പോയപ്പോൾ തൻ്റെ ഭാര്യ എന്നാണ് ഈ യുവതിയെ പരിചയപ്പെടുത്തിയത്. പക്ഷേ രണ്ടാമത്തെ സിറ്റിങ്ങിനായി കൗൺസിലറുടെ അടുത്തെത്തിയപ്പോൾ ഭാര്യ അല്ല എന്ന ഈ യുവതി തന്നെ കൗൺസിലറോട് പറയുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ചില ഭീഷണികൾ യുവതിക്കുണ്ടായത്. ഇതേ തുടർന്നാണ് താൻ മരിക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ വൈശാഖനാണ്, താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ യുവതിയോട് ആത്മഹത്യ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് വൈശാഖൻ പറഞ്ഞിരിക്കാം എന്ന സംശയമാണുള്ളത്. അതുകൊണ്ട് തന്നെ കൗൺസിലറോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ യുവതി പഠിക്കുന്ന ഫാഷൻ ഡിസൈനിങ് സെൻ്ററിലെത്തി ചില ഭീഷണിപ്പെടുത്തലുകൾ, ചില മുന്നറിയിപ്പുകളൊക്കെ വൈശാഖിൻ്റെ ഭാഗത്തു നിന്നും നൽകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇതുവരെ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഒരു ഡയറിക്കുറിപ്പ് രൂപത്തിൽ എഴുതി യുവതി സൂക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും പോലീസ് ഇന്നലെ തെളിവെടുപ്പിൻ്റെ ഭാഗമായി ഈ കൗൺസിലിംഗ് സെൻ്ററിൽ എത്തി തെളിവ് ശേഖരണം നടത്തിയിരുന്നു. ഇരുവരും ഒത്തുചേർന്നതിൻ്റെ കാര്യങ്ങൾ കൗൺസിലർ വെളിപ്പെടുത്തിയിരുന്നു. ഒപ്പം താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അയച്ച മെസ്സേജും പോലീസിനെ ഈ കൗൺസിലർ കാണിച്ചിരുന്നു. എന്തായാലും കുറച്ച് നാളുകളായി തന്നെ വൈശാഖിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ജീവന് ഭീഷണി ഉയർന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തി എന്ന് തന്നെയാണ് ഈ യുവതിയുടെ ഈ കൗൺസിലറോട് പറഞ്ഞ വാക്കുകളിൽ നിന്നും. ഒപ്പം ഡയറി കുറിപ്പുകൾ എഴുതി സൂക്ഷിച്ച് തങ്ങൾ ആദ്യ സമയം മുതൽ ഇടപെട്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അടക്കം വിശദമായി രേഖപ്പെടുത്തുമ്പോൾ ഇത്തരമൊരു മുന്നറിയിപ്പ് അവർക്ക് ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത്തരമൊരു ഭീഷണി ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 5 ദിവസത്തേക്ക് വൈശാഖനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇന്നലെ ഈ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലും ഈ കൗൺസിലിംഗ് നടത്തിയ സ്ഥലത്തും ഈ ഉറക്ക ഗുളിക വാങ്ങാനുള്ള മെഡിക്കൽ ഷോപ്പിലുമൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്തായാലും ആദ്യ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ പോലീസിന് മനസ്സിലാകുന്നത് ഒരു ആത്മഹത്യാ ശ്രമം എന്നതിലുപരി ഉറക്ക ഗുളികൾ കൂട്ടത്തോടെ കൊടുത്ത് ഒരു കൊല ചെയ്യുന്നതിനുള്ള നീക്കമാണ് ഉണ്ടായത്. പക്ഷേ 10ലധികം ഉറക്ക ഗുളികൾ ജ്യൂസിൽ അരച്ച് നൽകിയിട്ടും ഒരു ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് യുവതി എത്തിയില്ല. അതുകൊണ്ടാണ് കെട്ടിത്തൂക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന ഒരു വിലയിരുത്തലാണുള്ളത്. എന്തായാലും പ്രതിയുടെ വാദങ്ങൾ പൂർണ്ണമായും പൊളിയുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളടക്കം കണ്ടെടുത്തു. ഇയാളുടെ വീട്ടിൽ നിന്നും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുമുണ്ട്. രഞ്ജിത്ത്. ശരി, MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പയ്യന്നൂരിൽ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. രാവിലെ 10:30 പ്രസ് ക്ലബ്ബിലാണ് വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത്. പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ച CPM ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട് എന്നാരോപിച്ച് കുഞ്ഞികൃഷ്ണൻ കോടതിയെ സമീപിച്ചിരുന്നു. പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യം അത് ഹൈക്കോടതി അംഗീകരിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.